ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനോട് സി അങ്ങനെയൊക്കെ ചോദിച്ചു എന്നറിയുമ്പോൾ വളരെ വിഷമം തന്നെ പാറുവിന് തോന്നി. പാറു തൻ്റെ മകനല്ല പ്രണവ് എന്ന ആ ഒരു ഇതായിരിക്കുന്നു കേട്ടോ. ഇത് ഇവിടെ വസുന്ധര കേൾക്കുന്നുണ്ട്. വസുന്ധരയ്ക്കാണെങ്കിലോ ഇവിടെ പാറു അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായും പിടിവിട്ട് പോകുമെന്ന് മനസ്സിലാവുകയാണ് കേട്ടോ. എന്നാൽ നിധിയാണെങ്കിലോ നേരെ പോകുന്നത് നിർമ്മലയുടെ അടുത്തോട്ടാണ്. നിർമ്മലയോട് കാര്യങ്ങൾ പറയാണ്. എന്തൊരു വിധിയാണ് എൻ്റെ ഗൗതമിനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് അവൻ ഈ പറയുന്ന പാറുവിൻ്റെയും ഗോപിയുടെയും മകനില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ. ഗൗതം ഇടനെഞ്ച് പൊട്ടുന്ന വേദനയുമായാണ് പോയത്. സ്വന്തം അനിയൻ അത് നോക്കി നിൽക്കുകയും ചെയ്തു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന നിർമ്മല പറഞ്ഞ്, ഈ സി എൻ്റെ മകനെ എത്ര വട്ടമായി ദ്രോഹിക്കുന്നത് ഇനി ഞാൻ തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ അവന് ഞാൻ തിരിച്ചടി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പാറു പറയണേ, എന്താ ഈ നിധി പറയണേ, എന്താ നിർമ്മലാൻ്റെ ഈ പറയുന്നത്? ഈ സിക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റും, എന്നെക്കൊണ്ട് പറ്റും. ഇനി അവൻ ഈ ഭൂമിയിൽ വേണ്ട എന്നും പറഞ്ഞ് താൻ ഒരു കത്തി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും നിധി ഓടിച്ചെല്ലാണ്. എന്താ നിർമ്മലാൻ്റെ ഈ കാണിക്കുന്നത്? നിർമ്മലാൻ്റെ അവരുടെ അടുത്തോട്ട് കത്തിയുമായി ചെന്ന് അവനെ അങ്ങ് കൊല്ലാനാണെങ്കിൽ ഞങ്ങൾക്കിത് ആദ്യമേ ചെയ്യാൻ അറിയാലോ. പക്ഷേ ഈ പറയുന്ന സിക്ക് അറിയില്ലല്ലോ ഗൗതമാണ് സ്വന്തം മകൻ, അയാളുടെ മകൻ എന്നുള്ള സത്യം അയാൾക്ക് അറിയില്ലല്ലോ. അത് മറച്ചു വെച്ചല്ലേ നമ്മൾ ഈ കളിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറയാൻ അവന് കഴിയുന്നതുകൊണ്ടല്ല, ആ ഒരു സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നിർമ്മല അമ്മയുടെ മകനാണ് ഗൗതം എന്നുള്ളതും വെളിയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ സിയെ കൊല്ലാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുക? അതുകൊണ്ട് എൻ്റെ നിർമ്മല അമ്മ അങ്ങോട്ട് കയറി വന്നേ എന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിച്ച് പോകട്ടോ. ഇതേ സമയം എന്തും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം. അങ്ങനെ എടുത്തു ചാടി അയാളെ കൊല്ലാനാണെങ്കിൽ എനിക്കും ഗൗതമിനെ കൊല്ലാൻ കഴിയും. പക്ഷെ കൊല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നിർമ്മല അമ്മക്ക് അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഭൂമിയിൽ പെട്ടെന്ന് മരിക്കേണ്ടവനല്ല, അവന് കുറച്ച് ശിക്ഷ കിട്ടി തന്നെ അവൻ മരിക്കണം എന്നൊക്കെ ഇങ്ങനെ നിധി പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. ഇതേ സമയം ഇത് കേട്ട ഉടനെ തന്നെ നിർമ്മല ശരി ആയിക്കോട്ടെ എന്ന് പറയണേ. പിന്നീട് നിധി പറയണേ, എന്തായാലും പാറുവും ഗൗതം ഭയങ്കര വിഷമത്തിലാണ്, ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടേക്ക് പോകാനിട്ട്. അപ്പോൾ നിർമ്മലയാണെങ്കിലും നിധി എന്ത് പറഞ്ഞാലും ശരി, ഈ സി എന്ന് പറയുന്നവൻ്റെ അടപ്പെടുത്തിട്ട് തന്നെ ഇനി ബാക്കി കാര്യമുള്ളൂ. അവൻ്റെ അടപ്പ് ഞാൻ എടുക്കും, എന്നിട്ടേ ബാക്കി കാര്യം ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഈ ഒരു വാക്കുകൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണ് നിർമ്മല. പിന്നീട് കാണിക്കുന്നത് ഈ പറയുന്ന പ്രണവിനെയാണ്. പ്രണവിന് മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ്. പ്രണവ് ആ അടിച്ചതും ആ ഒരു രംഗത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. തൻ്റെ മനസ്സിലൂടെ വീണ്ടും ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ പ്രണവ് ഇതിങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ ജ്യോതിർമയുടെ കണ്ണിൽ പെടുകയാണ്. അവൻ തനിയെ നിന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കും എന്നിങ്ങനെ ജ്യോതിർമയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശിവാനി ജ്യോതിർമയുടെ മുന്നിലോട്ട് കയറി വരുന്നത്. എന്താ എൻ്റെ ഇവിടെ നിന്ന് നോക്കുന്നത്? ദേ നോക്ക്, നിൻ്റെ ഭർത്താവ് ആ ബാൽക്കണിയിൽ നിന്ന് തനിയെ ചിന്തിക്കുന്നത്. അതവൻ ഇന്നത്തെ വഴക്കിനെ കുറിച്ച് ചിന്തിച്ചായിരിക്കും. അതെ, ആ വഴക്കിനെ കുറിച്ച് തന്നെ. ആ വഴക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ്റെ ജ്യേഷ്ഠനല്ലേ ഗൗതം. അപ്പോൾ ഈ ഗൗതമിനെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നൊരു തോന്നലിൽ അവനിൽ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അവനെ നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അവനെ എന്തിനാ സൂക്ഷിക്കുന്നത് എൻ്റെ ആൻറ്റി? അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ശിവാനി പറയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ജ്യോതിർമയി പറയാണ്, ഉണ്ട്, ആവശ്യമുണ്ട്. അവൻ്റെ മനസ്സൊന്ന് നീ അറിയണം. അവൻ്റെ മനസ്സിൽ അവൻ്റെ വീട്ടിലോട്ട് തിരികെ പോവാമെന്നും അവൻ്റെ ജ്യേഷ്ഠനോട് അവൻ കാണിച്ചത് അവന് കുറ്റബോധം ഉണ്ടെങ്കിലോ ഒന്നും പറയാൻ പറ്റില്ല. പ്രണവാണ് ആള്. അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന ശിവാനി, എന്നെ ഇങ്ങനെ പേടിപ്പെടുത്തല്ലേ, അല്ല മോളെ, നീ അത് ചെയ്യണമെന്ന് പറയും കേട്ടോ. അങ്ങനെ പ്രണവിൻ്റെ അരികിലോട്ട് പോവാണ്. എന്താ പ്രണവ് കാര്യമായി തനിയെ നിന്ന് ആലോചിക്കുന്നത്? എന്നെ ഒഴിവാക്കി. അത് കേട്ടോടെ തന്നെ പ്രണവ് പറയേ, ഒന്നുമില്ല. അതെന്താ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പ്രണവ് ഇപ്പോൾ ആലോചിച്ചത് എന്താണെന്ന്. ആ വീട് വിട്ടിറങ്ങിയപ്പോൾ താൻ ചെയ്യേണ്ട ഒരു കാര്യം തൻ്റെ ഏട്ടനെ എല്ലാ സ്വത്തുക്കളും അങ്ങ് എഴുതി കൊടുക്കായിരുന്നു എന്നല്ലേ ചിന്തിച്ചത്. എന്നാൽ ഇവിടെ ഇപ്പോൾ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനെ കുറിച്ചൊന്നും തനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നില്ല. തൻ്റെ ഏട്ടനോട് അങ്ങനെയൊന്നും താൻ പറയണ്ടായിരുന്നു. ആ സ്വത്തുക്കളെല്ലാം അവനെ എഴുതി കൊടുക്കായിരുന്നു എന്ന ആ ഒരു ചിന്താഗതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ്, എത്ര പെട്ടെന്നാണ് നീ എൻ്റെ മനസ്സ് പിടിച്ചെടുത്തത്? നിനക്ക് എങ്ങനെ ഇത് എത്ര പെട്ടെന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിക്കാനായിട്ട്
കേട്ടോ. അത് കേട്ട ശിവാനി, എനിക്കറിയില്ലേ പ്രണവിൻ്റെ ഏട്ടനോടും കുടുംബത്തോടുള്ള സ്നേഹം, അപ്പോൾ അത് തന്നെയാണല്ലേ ചിന്തിച്ചത്. അത് കേട്ടോടെ തന്നെ പ്രണവ് പറയണേ, നിർത്തടി, നീ വേണ്ടാത്തത് ചിന്തിക്കണ്ട. ഞാൻ എന്തിനാ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങി എന്നാ ചിന്തിച്ചത്? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് പകരം ഞാൻ പറയേണ്ടത്, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്, നീ ഒരു ദത്തുപുത്രനാണ്. അയാളോട് ഞാൻ അങ്ങനെയായിരുന്നു പറയേണ്ടത്, അത് ഞാൻ ചെയ്തില്ല. അതാണിപ്പോൾ എനിക്ക് പറ്റിയ വിഡ്ഢിത്തരം. ഇപ്പം ഞാൻ പുറത്തും ദത്തുപുത്രനകത്തുമായിരിക്കുകയാണ്. അതപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവാനിക്ക് ആശ്വാസമാവുകയാണ് കേട്ടോ. ഇതേ സമയം ജ്യോതിർമയി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിർമയോട് ശിവാനി കണ്ണിട്ട് കാണിക്കുകയാണ്, എന്തായാലും ആശ്വാസ വാക്കുകളാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അങ്ങനെ ഈ സമയം പ്രണവ് പറയണേ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ആദ്യത്തിലേ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടുപേരും പുറത്തായി, അവർ രണ്ടുപേരും അകത്തുമായി എന്ന് പറയണേ കേട്ടോ. പിന്നീട് ശിവാനിക്ക് വസുന്ധര വിളിക്കുന്ന രംഗാണ്. അപ്പോൾ പ്രണവ് പറഞ്ഞിട്ടുണ്ട് പോവുകയാണ്. അപ്പോൾ വസുന്ധരയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ശിവാനി കട്ട് ചെയ്യാണ്. അപ്പോൾ വീണ്ടും വസുന്ധര വിളിക്കുകയാണ്. എന്തിനാ ആൻറ്റി മനുഷ്യനെ ഇങ്ങനെ കളിയാക്കാൻ വിളിക്കുന്നത്? ആൻറ്റി ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ പാർട്ടിക്ക് വന്നില്ലല്ലോ. ആൻറ്റി ഞങ്ങളെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് ആൻറ്റിക്ക് നല്ലൊരു അവസരമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ സമയം, നിർത്തടി, എൻ്റെ മകനാണ് പ്രണവ്, എൻ്റെ കുടുംബം എങ്ങനെ പോകണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ നിന്നെപ്പോലെ ഒരു പെണ്ണിനെ പുറത്താക്കിയത് ഇവിടെ എല്ലാവരും കൂടി പുറത്താക്കിയ ഞാൻ നിന്നെ പിടിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് നീ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരിക്കലും ചോദിക്കരുത്. അത് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നീ ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു വന്നാൽ ഞാൻ ആരാണെന്ന് ഇനി ശരിക്കും അറിയുമെന്നൊക്കെ പറയാണ്. അപ്പോൾ എന്താപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത് ആൻറ്റി? അതെ, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിധി ഉണ്ടല്ലോ, ആ നിധി പുതിയ പ്ലാനുമായി പാറുവിൻ്റെ അടുത്തോട്ട് ചെന്നിരിക്കുന്നു. എന്നിട്ട് നിങ്ങളിൽ വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. നിൻ്റെ ഭർത്താവ് മകനല്ലെന്ന് വരെ പറയാൻ തയ്യാറായാണ് ഇപ്പോൾ പാറു നിൽക്കുന്നതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ശിവാനിക്ക് ആകെ ടെൻഷനാവാണ്. പിന്നീട് കാണിക്കുന്നത് CKC ആണ്. CKC തൻ്റെ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആൾ വന്നിരിക്കുകയാണ്. എത്രയോ ലക്ഷങ്ങൾ കെട്ടാൻ വേണ്ടി അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് ഇരിക്കൂ വരൂ എന്നൊക്കെ പറയണം. അപ്പോൾ അവർ പറയണേ, നിങ്ങളുടെ ഈ ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ് കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയണേ, നമുക്ക് നല്ലൊരു മുഹൂർത്തമാണ്, ഇത്ര മുഹൂർത്തത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ സൈൻ ചെയ്യാൻ എന്ന് അവർ പരസ്പരം രണ്ടുപേരും കേട്ടോ സൈൻ ചെയ്യാമെന്ന് പറയണം. അപ്പോൾ ഒരു വലിയൊരു കമ്പനിയാണ് അവർ. അങ്ങനെ ഈ എഗ്രിമെൻറ്റിൽ CKC പറഞ്ഞ കരാർ പ്രകാരം അവർ സൈൻ ചെയ്യണം. എന്നിട്ട് CKCയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ, നിങ്ങളിത് സൈൻ ചെയ്തോളൂ എന്ന്. അപ്പോൾ CKC തൻ്റെ മാനേജറോട് ഇങ്ങനെ കണ്ടിട്ട് കാണിക്കുന്നുണ്ട്, തൻ്റെ കമ്പനിക്ക് ഇനി ഉയർച്ച ഉണ്ടാകുന്ന അവസരങ്ങളാണ് ഇവരെ പോലെയുള്ളവരെ കിട്ടിയതുകൊണ്ട്. അപ്പോൾ അതൊട്ട് ഇവർ കണ്ടിട്ട് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയം അയാളും പറയുന്നുണ്ട്, നല്ല തന്നെ പെട്ടെന്ന് സൈൻ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ പേന എടുത്ത് സൈൻ ചെയ്യുന്ന സമയത്താണ് കേട്ടോ ജ്യോതിർമയുടെ ഫോൺ കോൾ വരുന്നത്. ഈ ഫോൺ അങ്ങ് കാണുന്നതിനോട് കൂടി CKC, ഒരു മിനിറ്റ് ഞാൻ ഈ ഫോൺ എടുക്കട്ടെ എന്ന് പറയണം. അങ്ങനെ ജ്യോതിർമയോട് എന്താ നീ വിളിച്ചതെന്ന് ചോദിക്കാണ്. അത് എന്താ നിങ്ങളെ വിളിക്കാൻ പാടില്ലെന്നുണ്ടോ? അല്ല, നീ എന്താ വിളിച്ചത്? ഞാനൊരു എമർജൻസി കാര്യത്തിലാണ്, അതിലും വലിയ എമർജൻസിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടോടുന്ന അവിടെ എന്താ ഇത്ര അർജൻറ്റ് എന്ന് ചോദിക്കാണ്. അതെ, നിങ്ങളെ കാണാൻ വേണ്ടി ഒരു പെണ്ണ് ഇവിടെ എത്തിയിരിക്കുന്നു. ഒരു പെണ്ണോ? എന്നെ കാണാനോ? എന്താ ജ്യോതിർമ ഇനി പറഞ്ഞ? അതെ, അവരുടെ പേര് രേവതി എന്നാണ്. എന്ത്, രേവതി എന്നോ? അത് കേട്ടോടും നിന്നെ ജ്യോതിർമാർ പറയണം, അവരുടെ പേര് രേവതിയാണ്, പേര് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഷോക്കാവേണ്ട ആവശ്യം എന്താ? അപ്പോൾ അത് കേട്ടോടും തന്നെ CKC പറയണേ, എനിക്കെന്ത് ഷോക്ക്? എനിക്ക് യാതൊരു വിധ ഷോക്കില്ല. അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്, അതായത് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇത്ര നിമിഷമുള്ളൂ, ഇതൊന്ന് സൈൻ ചെയ്യ്, പെട്ടെന്ന് സൈൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം സൈൻ ചെയ്യാൻ കൂട്ടാക്കുന്നില്ല. ഈ CKC പറയണ ഒരു നിമിഷം എന്ന് പറയണം. കാരണം ജ്യോതിർമയുടെ മുന്നിലോട്ട് ചെന്നിരിക്കുന്ന രേവതിയാണല്ലോ. അപ്പോൾ എന്തിനാ അവർ വന്നിരിക്കുന്നത്? അവരൊന്നും എനിക്ക് കാണണ്ട. അതെ, എന്താ അവർ വന്നിരിക്കുന്നത് നീ ചോദിക്കേ എന്നിങ്ങനെ ജ്യോതിർമയോട് CKC പറയാം. അത് കേട്ട ഉടൻ തന്നെ ജ്യോതിർമയി പറയണേ, എന്നോട് അവർക്കൊന്നും സംസാരിക്കാനില്ലെന്നാണ് പറഞ്ഞത്, നിങ്ങളോട് വേണത്ര അവർക്ക് സംസാരിക്കണം. അതുകൊണ്ട് ഇത്ര നിമിഷത്തിനുള്ളിൽ നിങ്ങളിവിടുത്ത്. അപ്പോൾ ഈ മുന്നിലിരിക്കുന്ന ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വന്ന അവർ പറയണേ, നിങ്ങൾ പെട്ടെന്ന് സൈൻ ചെയ്യൂ, ഒന്ന് സൈൻ ചെയ്യൂ, ഒരു മിനിറ്റേ ഉള്ളൂ, ഇനി മുഹൂർത്തം തെറ്റാൻ നല്ലൊരു സമയമാണ്, ആ സമയത്തിനുള്ളിൽ നിങ്ങൾ സൈൻ ചെയ്യൂ എന്ന് പറയണം. അത് കേട്ട ഉടൻ തന്നെ CKC അവരോടാണ് പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾക്കെന്താ ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അറിയില്ലേ? നിങ്ങളുടെ ഒരു സൈന്. അപ്പോൾ ഈ മാനേജർ എന്ത് വിഡിത്തമാണ് ഇയാളെ കാണിക്കുന്നത്? ഇത്രയും വലിയൊരു കമ്പനിയുടെ ആളുകൾ തന്നെ മുന്നിലോട്ട് എത്തിയിട്ട് അവരെ ബഹുമാനിക്കാതെ ഇയാൾ എന്തായി വിളിച്ച് പറയുന്ന ലെവലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ CKC, നിങ്ങൾ ആരോടാണ് ആരോടാണെങ്കിൽ എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യമാണ് വലുത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് എൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ അർജൻറ്റായി പോകുന്നു. നിങ്ങളൊരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ജ്യോതിർമയുടെ മുന്നിലോട്ട് രേവതി എത്തിയിരിക്കുകയാണ്. അപ്പോൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ വേണ്ടിയാണ് രേവതി എത്തുന്നത് കേട്ടോ.